യേശുവിൻ്റെ ഈ ക്വാളിറ്റിയിലൂടെ ഞാൻ മുമ്പോട്ട് കടന്നുപോയി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന അതിശക്തിയേറിയ ഒരു മിഷണറി ഇന്റർസെഷൻ ഉണ്ട്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അതിലേക്ക് തിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മുമ്പിലുള്ള സമയം എനിക്കറിയാം, 9:15 വരെയുള്ള സമയം ഞാനിവിടെ പ്രസംഗിക്കും. വളരെ ശാന്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആ ഒരു തലങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന. മരിക്കുന്നതിന് തൊട്ടു തലേ ദിവസം രാത്രി, മരിക്കുന്നതിന് തൊട്ടു തലേ രാത്രി തൃത്വത്തിൽ രണ്ടാമനായ കർത്താവ് ഒന്നാമനായ പിതാവിനോട് സംസാരിക്കുന്ന തൻ്റെ അവസാന ആഗ്രഹങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. യേശുക്രിസ്തു തന്റെ ഉള്ള് തുറന്നു, യേശുക്രിസ്തുവിന്റെ തന്റെ ഉള്ളു തുറന്ന് തനിക്ക് സഭയെ പറ്റിയുള്ള, തനിക്ക് ശിഷ്യന്മാരെ പറ്റിയുള്ള തന്റെ ഉള്ളിന്റെ അകത്തെ ആഗ്രഹം എന്താണെന്ന് പിതാവിനോട് വെളിപ്പെടുത്തി. പിതാവേ, ഞാൻ ഇവിടുന്ന് പോകാൻ സമയമായിരിക്കുന്നു, പക്ഷേ എന്റെ ഉള്ളു പിടയ്ക്കുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തു പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. 4-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് കാണുന്നുണ്ട് നാഴിക വന്നിട്ടില്ല എന്നുള്ളത്. എന്നാൽ 17-ാം അധ്യായം തുടങ്ങുമ്പോൾ യേശു പറയുന്നത്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. പിതാവിനെ മഹത്വപ്പെടുത്തേണ്ട നാഴിക വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളിലൂടെയോ യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങളിലൂടെയോ യേശു പിതാവിനെ മഹത്വപ്പെടുത്തി എന്നത് വളരെ വാസ്തവമാണ്. എന്നാൽ യേശുവിന്റെ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ഏറ്റവും അതിന്റെ ഹൈയസ്റ്റ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്, പിതാവ് യേശുവിൽ മഹത്വപ്പെടുത്തുന്നത് കാൽവരി ക്രൂശിലെ കർത്താവിന്റെ മരണത്തോടു കൂടിയാണ്. മരണത്തിന്റെ തൊട്ടു തലേ ദിവസം രാത്രിയിൽ ഒട്ടും പാനിക്കാതെ, നമുക്കറിയാം ഈ ദിവസത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളുണ്ട്, പല പത്രങ്ങളിൽ പല ന്യൂസുകളാണ് വന്നത്. അഫ്സൽ ഗുരുവിനെ വധിച്ചത് തലേ ദിവസം അദ്ദേഹം എന്തുമാത്രം പാനിക്കായിരുന്നു. വെള്ളത്തിന് സ്ഥിരം വരുന്നു, ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. അഫ്സൽ ഗുരുവിനെ മാത്രമല്ല, ഈ ദിവസങ്ങളിൽ വധിച്ച പല ആളുകളുടെയും കഥകള്, കസാബിനെ വധിച്ചപ്പോൾ, ഇതൊക്കെ ഇന്ത്യയിലുള്ള വാർത്തകൾ, ഇവിടുത്തെ വാർത്തകളാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. പാനിക്കാവും. പക്ഷേ യേശു ഒരൊട്ടും പാനിക്കില്ല. യേശുവിന് ഒരു വെപ്രാളവുമില്ല. യേശു വളരെ കൂളായിട്ട് പിതാവിനോട് പറയുകയാണ്, സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പ്രാർത്ഥിക്കുകയല്ല, സ്വർഗത്തേക്ക് നോക്കി പറയുകയാണ്. പിതാവുമായിട്ട് ആ ബന്ധം അത്രയും സ്ട്രോങ് ആയതിനാൽ ഒരു വലിയ പ്രാർത്ഥനയിലല്ല യേശു പോകുന്നത്. യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്നാൽ, എനിക്കതിനെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു വാക്യം വായിച്ച് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. 2-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു. യേശുവിന് മാത്രമുള്ളൊരു അധികാരമാണ്. ഈ ദിവസങ്ങളിൽ ദൈവസഭ പ്രാപിക്കേണ്ട അധികാരവും കൂടിയാണ്. എന്താണ് അധികാരം? കൊടുക്കാനുള്ള അധികാരം. യേശുവിന്റെ കയ്യിൽ ഏറ്റവും പ്രേഷ്യസ് ആയിരുന്നത്, ദൈവകുമാരന്റെ കയ്യിൽ ഏറ്റവും പ്രേഷ്യസ് ആയിരുന്നത് വേറൊരു മനുഷ്യന്റെയും കൈവശമില്ലാത്ത സാധനമാണ്. അത് നിത്യജീവൻ എന്നാണ്. ആ അധികാരം നീ അവന്, മനുഷ്യപുത്ര തന്ന അധികാരം എന്താണ്? നീ എനിക്ക് തന്ന അധികാരം നിത്യജീവനെ കൊടുക്കുവാനുള്ള അധികാരം. ഹല്ലേലൂയ. ലോകത്തിലെ സകല അധികാരങ്ങളും, ലോകത്തിലെ സകല പദവികളും, ലോകത്തിലെ സകല അധികാരങ്ങളും വാങ്ങിക്കുവാനുള്ള അധികാരമാണ്, പിടിച്ചെടുക്കുവാനുള്ള അധികാരമാണ്, ഗ്രാബ് ചെയ്യാനുള്ള അധികാരമാണ്, കൈവശമാക്കുവാനുള്ള അവകാശമാണ്. അത് പദവിയാണെങ്കിലും സ്ഥാനമാണെങ്കിലും പണമാണെങ്കിലും പിടിച്ചെടുക്കുന്ന അധികാരമാണ്. എന്നാൽ യേശുവിനുള്ള അധികാരം ഒരു
അസാമാന്യമായ അധികാരമാണ്. ആ അധികാരം എന്താണെന്ന് അറിയാമോ? കൊടുക്കാനുള്ള അധികാരം, എറിയുവാനുള്ള അധികാരം, സകലർക്കും വേണ്ടി കൊടുക്കുവാൻ. നിത്യജീവനെ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഒരു മനുഷ്യന്റെയും ഇല്ലാത്തത്, എല്ലാ മനുഷ്യർക്കും ഏറ്റവും ആവശ്യമായത് യേശു കൊടുത്തു തീർത്തു. ഹല്ലേലൂയ! യേശുവിന് കൊടുക്കാൻ പറ്റി. അതുകൊണ്ടാണ് തന്റെ ജീവിതത്തിൽ എല്ലാത്തിന്റെ മേലും അധികാരം യേശുവിന് ഉണ്ടായിരുന്നുകൊണ്ടാണ് യേശു വളരെ കൂളായിട്ട് നിന്ന് പറയുന്നത്, പിതാവേ, നീ എനിക്ക് തന്നത് ഞാൻ തികച്ചു, നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ അവസാനിപ്പിച്ചു, നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ അവസാനിപ്പിച്ചു. യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവസഭയെ നമുക്ക് വേണ്ടിയ ഒരു അധികാരമാണ്. നമ്മുടെ പണത്തിന്റെ മേൽ, നമ്മുടെ സൗകര്യങ്ങളുടെ മേൽ, നമ്മുടെ ഈഗോയുടെ മേൽ, നമ്മുടെ വ്യക്തി താല്പര്യങ്ങളുടെ മേൽ, നമ്മുടെ സുരക്ഷയുടെ മേൽ, നമ്മുടെ പ്രിവിലേജുകളുടെ മേൽ, നമുക്ക് വേണ്ടിയ പ്രൈവസിയുടെ മേൽ, ഇവയിലൊക്കെ നമ്മളൊരു അധികാരം പ്രാപിക്കണം. ഇതെടുത്തെറിയുവാനുള്ള അധികാരം. ഹല്ലേലൂയ! ഇതെടുത്തെറിയുവാനുള്ള ഒരു അധികാരം നമ്മൾ പ്രാപിക്കുമ്പോഴാണ് നമുക്ക് പീസ്ഫുൾ ആയിട്ട് പറയാൻ പറ്റുന്നത്, കർത്താവേ, നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ തികച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ! 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 യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന 3 കാര്യങ്ങൾ. കർത്താവേ, പിതാവേ, നീ അവരെ കാത്തുകൊള്ളണമേ. പിതാവേ, നീ അവരെ വിശുദ്ധീകരിക്കണമേ. പിതാവേ, നീ അവരെ ഒന്നാക്കണമേ. കാത്തുകൊള്ളണമേ, വിശുദ്ധീകരിക്കണമേ, നീ അവരെ ഒന്നാക്കണമേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ ആദ്യത്തെ ആ 5-6 വാക്യം യേശുവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതിനുശേഷം 6-ാം അധ്യായം തൊട്ട് യേശു പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടിയും അവരിലൂടെ മുമ്പോട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മരണത്തിന്റെ തൊട്ട് തലേ രാത്രി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയാണ് ചെയ്തത്. ആ മധ്യസ്ഥത ദൈവസഭയ്ക്ക് കർത്താവ് അടിസ്ഥാനമായി കണ്ട ചില പില്ലറുകൾ ഇളകാതിരിക്കാൻ വേണ്ടി ഒരു മധ്യസ്ഥതയാണ്. ദൈവസഭയ്ക്ക് വേണ്ടിയ ഒരു 4 പില്ലറുകളെ പറ്റി കർത്താവ് അവിടെ പറയുന്നുണ്ട്. ദൈവസഭ 4 പില്ലറുകളിൽ പണിയപ്പെടുന്നതായിട്ടാണ് കർത്താവ് കാണുന്നത്. ദൈവസഭയുടെ എസെൻഷ്യൽ ആയിട്ടുള്ള 4 പില്ലേഴ്സ്. അത് രക്ഷാസ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വീണ്ടുജനം എന്നുള്ള 7 തൂണുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ മറ്റുള്ളവരിൽ നിന്നും ഡിസ്റ്റിങ്ക്ട് ചെയ്യുന്ന, അവരെ തിരിച്ചറിയിക്കുന്ന 4 കാര്യങ്ങൾ. 1 സത്യം, 2 വിശുദ്ധി, 3 ദൗത്യം, 4 ഐക്യത. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ദൈവസഭയെ ഒരു കാലത്ത് എക്കാലത്തും തിരിച്ചു നിർത്തേണ്ട 4 കാര്യങ്ങൾ: സത്യം, വിശുദ്ധി, ദൗത്യം, ഐക്യത. ഈ 4 കാര്യങ്ങളിൽ എവിടെയൊക്കെ എപ്പോഴൊക്കെ വീഴ്ച സംഭവിക്കുന്നുണ്ടോ അവിടെയൊക്കെ ദൈവസഭയിൽ മധ്യസ്ഥന്മാരെ എഴുന്നേൽക്കണം. നമുക്കുള്ള ഏറ്റവും വലിയ മിഷൻ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ മിഷൻ ഒരു വലിയ മധ്യസ്ഥതയുടെ മിഷനാണ്. ആ ഒരു ചലഞ്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കേണ്ടത്. ട്രൂത്തിൽ നിന്നും ദൈവസഭ അകലുമ്പോൾ, സത്യത്തിൽ നിന്നും അവർ വ്യതിചലിച്ചു പോകുമ്പോൾ, സത്യത്തെ അവർ സൈഡ് ട്രാക്ഡ് ആയി പോകുമ്പോൾ, വിശുദ്ധിയിൽ നിന്ന് മാറുമ്പോൾ, ദൗത്യത്തിൽ നിന്ന് മാറുമ്പോൾ, ഐക്യതയിൽ നിന്ന് മാറുമ്പോൾ, ദൈവസഭയിൽ മിഷണറീസ്, ഇന്റർസെസേഴ്സ് ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, യേശുവിന്റെ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യുവാൻ, പിതാവിന്റെ സന്നിധി തലേ രാത്രിയിൽ യേശുവിന്റെ ചങ്ക് പൊട്ടിയത് മരിക്കാനുള്ള ഭയം കൊണ്ടല്ല, മരണത്തെ ഭയന്നുകൊണ്ടല്ല യേശു ചങ്ക് പൊട്ടുന്നത്. യേശു കരയുന്ന കരച്ചിൽ എന്ന് പറയുന്നത് ഈ 4 പില്ലറുകളിൽ നിന്നും ദൈവസഭ ഇടിഞ്ഞു വീഴാതിരിക്കുവാൻ, പിതാവേ, നീ അവരെ കാത്തുകൊള്ളണമേ. പിതാവേ, നീ അവരെ വിശുദ്ധീകരിക്കണമേ. പിതാവേ, അവരെ തികഞ്ഞവരാക്കണമേ, അവരെ ഒന്നാക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ദൈവസഭയുടെ പില്ലറായിട്ട് കർത്താവ് കാണുന്ന സത്യമാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിലുണ്ട്, സഭയുടെ തൂണ് സത്യമാണ്. സത്യത്തിന്റെ മേലാണ് ദൈവസഭയെ പണിതിരിക്കുന്നത്. അവന്റെ രാജ്യത്തിന്റെ അടിസ്ഥാനം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അവന്റെ രാജ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നീതിയും സമാധാനവും സത്യവുമാണ്. അവന്റെ രാജ്യത്തിന്റെ അടിസ്ഥാനം, അവൻ രാജ്യത്തെ പണിതിരിക്കുന്ന നീതിയുടെ മേലും സത്യത്തിന്റെ മേലുമാണ് അവൻ രാജ്യത്തെ പണിതിരിക്കുന്നത്.